കപ്പലിൽ സഞ്ചരിച്ചാൽ 1 മാസം കഴിഞ്ഞേ ബഹ്റൈനിലെത്തുകയുള്ളൂ. കപ്പലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ കഴിയുമായിരുന്നില്ല. 10 ദിക്റിൽ തീരേണ്ട താമസം ഈ കടലിൽ കിടന്ന് ബഹ്റൈനിലെത്തി. അസ്ഹാബു റസൂലില്ലാഹ് വഴിതെറ്റിയ സഫീന റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ വായു പിളച്ചുകൊണ്ട് സിംഹം കുതിച്ചു ചാടി. തന്നെ കടിക്കാൻ വരുന്ന സിംഹത്തോട് സഫീന പറഞ്ഞു, കിഫി അസദി കിഫി അസ്കിഫി, ഓ മൃഗരാജനെ കിഫി, നിൽക്കുക നിൽക്കുക നിൽക്കുക, അന ഖാദിമു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ സേവകനാണ്, എന്നെ തൊട്ടു പോകരുത്. ആ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അദ്ദേഹത്തിന്റെ 2 കാലും നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അതുകൊണ്ട് ഒന്ന് ഇത്താഅത്തുണ്ടാകണം. ആരനുസരിക്കണം? ആരനുസരിക്കണം? അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം. ആ തിരമാലയുടെ മുമ്പിൽ പോയിട്ട് നീ ദിക്ർ കഴിഞ്ഞൂടെ? യാ അലീമു, പറമച്ചന്മാരെ യാ അലീമു യാ അലീമു യാ ഹലീം 10 പ്രാവശ്യം ചൊല്ലിയ അപ്പൊ ശ്രീലങ്കയിൽ പോവാം, സിലോണിൽ പോവാം. ചിരിച്ചിട്ട് കാര്യമില്ല. ഇബ്നു തൈമിയ്യ പോലും അൽ മുഅ്ജിസാത്ത് വൽ കറാമയിൽ സംഭവം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യ പോലും എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ചിന്ത എന്താണെന്നറിയാവോ? പടച്ചോനെ നാളെ ഇപ്പൊ വിസ ഒന്നും വേണ്ടല്ലോ, ഉള്ള പൈസ മൊത്തത്തിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് യാ അലീമു യാ ഹലീം പറഞ്ഞാൽ ആരും അറിയാതെ സൗദി പോയി സാധനം മേടിച്ച് കസ്റ്റംസിനെ പോയി കാണാതെ ഇവിടെ കൊണ്ട് വിൽക്കാം. ചിന്ത വിൽക്കാതെ അങ്ങനെ ആയിരിക്കും. മോനെ കഴിയും. എപ്പോ 10 ദിക്ർ ചൊല്ലിയപ്പോ കപ്പൽ പോകുന്നതിന് അപ്പുറം പോയിട്ട് വന്നു. ഇത് കെട്ടുകഥ. ഇത് അമേരിക്കയിൽ പച്ചക്കിത്താവ് നോക്കിയിട്ട് പറയണല്ല. അൽ മുഅ്ജിസാത്ത് വൽ കറാമയിൽ ഇബ്നു തൈമിയ്യ പോലും പറയുന്നുണ്ട് കഴിയും. ചങ്ങനാവും. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. രണ്ടാമത്തെ നേതാവ് ജയിൽവാസിയുടെ രണ്ടാമത്തെ അടയാളം അൽകനാ, തടവ് പുള്ളി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. നീ ദുനിയാവിലെ തടവ് പുള്ളിയാണ്. അല്ലാഹു നിനക്ക് എന്താണോ തന്നത് ആ തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുന്നവരാകണോ. സഹോദരിമാരെ, അള്ള തന്നത് ചറ്റപ്പുരയാണോ? അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. പലിശ മേടിച്ചിട്ട് വലുതാകാൻ ചോദിക്കരുത്. ചീട്ട് കളിച്ചിട്ട് വലുതാകാൻ നോക്കരുത്. ജയിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഗുണം, അവൻ ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം എന്താണ് അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. ജയിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഗുണം അൽകനാ. ഹബീബായ നബി പറഞ്ഞു, സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറയുകയാ, നീ അല്ലാഹു നൽകിയ കുറച്ചുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നീ കുറച്ചമല് ചെയ്താൽ അത് അല്ലാഹുവിന്റെ തൃപ്തിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിക്ക്, പാഠം പഠിക്ക്. അള്ളാഹ് നിനക്ക് ഇത്തിരിയെ തന്നുള്ളൂ, നീ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി ഇത്തിരിയെ ചെയ്തുള്ളൂ, അള്ളാഹ് തൃപ്തിയാ. എനിക്ക് അള്ളാഹ് തന്നില്ലല്ലോ, ഇനി തന്ന അത്യാഗ്രഹമൊന്നുമില്ല. അള്ളാഹ് തന്നത് ആ കടലോരത്തൊരു കൊച്ചു വീട്, അല്ലെങ്കിൽ ഒരു മുറുക്കാൻ കച്ചവടം. പടച്ചോനെ നീ എനിക്കിത് തന്നതാണ്, ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പൊ നീ ചെയ്യുന്ന ചെറിയ അമല് കൊണ്ട് അള്ളാഹു എത്ര കാരുണ്യവാനാ നീ ചെയ്യുന്നു. അപ്പൊ കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും, കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടത്തെ ഒരു തൈക്കാവിലെ ഇമാമ് 6000 രൂപ ശമ്പളം. അദ്ദേഹം തോന്നുന്നു വിചാരിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതിയാവും. പക്ഷെ ജുമയ്ക്ക് വേണ്ടി മാത്രം വന്നിട്ട് ഇത്രയും ശമ്പളം മേടിക്കണേ, ഞാൻ 4 റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താ? ഉള്ളവനനുസരിച്ച് കൂടുതൽ ചെയ്യണം. കുറച്ച് ജയിൽവാസിയുടെ രണ്ടാമത്തെ പഠിച്ചോ, രണ്ടാമത്തെ അടയാളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു തന്നത് എന്താണ് അതുകൊണ്ട് തൃപ്തിപ്പെടും. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉള്ളവർക്കാണ് പിന്നെയും കാണുന്നൊരാഗ്രഹം. അള്ളാഹു മാറ്റി തരട്ടെ, അള്ളാഹു മാറ്റി തരട്ടെ. എന്നാൽ ഉള്ളവരെല്ലാവരും അങ്ങനെയല്ല. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖനായ പണക്കാരനാണ് MA യൂസുഫ് അലി. അള്ളാഹു പൈസ നൽകട്ടെ. അദ്ദേഹവുമായി അടുത്ത ആളുകൾ ചില ഗുണങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് പണം കണ്ടിട്ടല്ല, അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അദ്ദേഹത്തിന് കുറച്ച് ഗുണമുണ്ട്. എവിടെയാണോ ബാങ്ക് വിളിക്കുക അവിടെ നിസ്കരിച്ചിരിക്കും. ബാങ്ക് വിളിച്ചാൽ പിന്നെ യാത്ര ചെയ്യും.
അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ഫംഗ്ഷന് പോയാൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗുണമാണ്. അദ്ദേഹം പറയും അസറിന് ശേഷം വരാം, മഗ്‌രിബിന് ശേഷം വരാം, അല്ലെങ്കിൽ സുബൈക്ക് ശേഷം ആയിരിക്കും. നമ്മൾ പറയും ഒരു മോലാലിയുടെ അടുക്കൽ പോയിട്ട് ഒരു ഉൾക്കാരണം വരുമോ? ആഫ്റ്റർ 4 o'clock, ബിഫോർ അല്ലെങ്കിൽ 4, നിങ്ങൾക്ക് തെറ്റായിരിക്കും, ശരിയാണ്. അപ്പോ സുബൈക്ക് ശേഷം, അസറിന് ശേഷം അതൊരു ജീവിതത്തിന്റെ ചിന്തയാണ്. ഞാൻ പറയും അസറിന് ശേഷം, പലപ്പോഴും ഞാൻ പല പറയും 9:30 ശേഷം, മഗ്‌രിബിന് ശേഷം, അസറിന് ശേഷം, അതൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലത്തിൻ്റെത്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങൾ അത് എവിടെ എത്തിയാലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് പോപ്പ് ഗായകൻ മുസ്ലിമായി പ്ലെയിനിൽ കയറിയപ്പോൾ പറഞ്ഞു താടി വടിക്കണം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ താടി വടിക്കില്ല, നിങ്ങളോടൊത്ത് ചെയ്യാൻ ഞാൻ എൻ്റെ സുന്നത്തിനെ വടിക്കില്ല എന്ന് പറഞ്ഞു യൂസുഫ് അലൈഹി ഇസ്ലാം. അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ. അള്ളാഹുവിനാക്കി തരട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. 3 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3ാമത്തെ ഗുണം തവക്കുലാക്കുക. ജയിൽവാസിയല്ല, തവക്കുലാണ്. രാവിലെയും വൈകുന്നേരവും ജയിലിൽ പ്രഭാതമായാൽ ആ സമയത്തിന്റെ ഭക്ഷണം എനിക്ക് കൃത്യമായിട്ട് വരുമെന്ന് അറിയാം. അങ്ങനെ തവക്കുലാകുന്ന ആൾക്കാണത്. അതുകൊണ്ട് എല്ലാ പടച്ചറപ്പിലെ തവക്കുലാക്കുക, എല്ലാ പടച്ചറപ്പിലെ തവക്കുലാക്കുക. സ്വന്തം 2 മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കൺമണികളായ മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്റെ മക്കളെ നഷ്ടപ്പെടുത്തിയത് അവനല്ലല്ലോ, അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും വരുമ്പോ, സഹോദരങ്ങളെ സർവ്വ ദുഃഖങ്ങളും വരുമ്പോ, ഈ ദുനിയാവിലെ പ്രയാസം വരുമ്പോ, ഇന്ന് സെൻട്രൽ ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ 3 ചെറുപ്പക്കാർ ഒരേ സമയത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ദുആ ചെയ്യണം. 1 മാസമായി RCCയിലാണ്. ഞാൻ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞത് 15 വയസ്സുള്ള മോള്, മറ്റേ ആളുടെ 3 വയസ്സുള്ള മോള്, മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു 3 വയസ്സുള്ള പൊന്നുമോൾ 1 മാസമായി ക്യാൻസർ പിടിച്ചിട്ട് RCCയിലാണ്. ദുആ ചെയ്യണേ ഉസ്താദേ. 3 ചെറുപ്പക്കാർ ഒരേ സമയത്ത് 15 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസർ ആണ്, 3 വയസ്സുള്ള പൊന്നുമോന് ക്യാൻസർ ആണ്. ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടേതാണ്, ഈ ദുനിയാവ് കഷ്ടപ്പാടുകളുടേതാണ്. ആ സമയത്തെല്ലാ പടച്ചറപ്പിനെ തവക്കലാക്കി അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സർവ്വ ദുഃഖവും, എന്റെ സർവ്വ പ്രയാസവും, എന്റെ ആകുലതകളും, എന്റെ പട്ടിണിയും, എന്റെ കടബാധ്യതകളും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലാഹ് നീ എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നീ എന്നെ കാണുന്നുണ്ട് റബ്ബേ എന്ന ബോധത്തോട് ഈ ദുനിയാവിൽ എന്ത് പ്രയാസമുണ്ടായാലും അത് മുഴുവൻ തടവ് പുള്ളിയെപ്പോലെ തവക്കുലോടെ പടച്ചറപ്പിന്റെ മുമ്പിൽ എത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് വന്നാലും, ഏത് പ്രയാസം വന്നാലും എന്ത് ചെയ്യണം? ആളുകളെതിരായേക്കാം, തവക്കുലാക്കുക. ആളുകളെതിരായേക്കാം. എന്തിന്റെ പേരിൽ? സത്യം പറഞ്ഞതിന്റെ പേരിൽ. ആരോട് പറയണം? സത്യം പറഞ്ഞതിന്റെ പേരിൽ ആളുകളെതിരായി. കേൾക്കാൻ വരുന്നവരുടെ മുമ്പ്, നിന്നെ കാണാൻ വരുന്നവരുടെ മുമ്പ്, നിന്നെ സ്നേഹിക്കുന്നവരുടെ മുമ്പ് അവരവരുടെ തൊട്ടിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ എന്റെ മുമ്പിൽ വന്നാൽ നീ ഒന്നും തേടണ്ട. നീ ജനങ്ങൾക്ക് വേണ്ടി വാഴ പറഞ്ഞവനാണ്, അവരെ സുഖിപ്പിക്കാൻ പറഞ്ഞവനാണ്. അതുകൊണ്ട് നിനക്ക് എന്റെ മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും മലത്തിൽ കിടത്തിയിട്ട്, മരുഭൂമിയിലെ മലത്തിൽ കിടത്തിയിട്ട് ആ 2 കാലിന് ചങ്ങല കെട്ടിട്ടുകൊണ്ട് ബന്ധിച്ചിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് എന്ത് വെച്ചാൽ അഴുക്കമേ പത്തരഹാറ് സീരേ പതല്ല തകർന്നേ ദിൽമേ
तेरी याद रही है ज़बान मेरी जिक्र चलती है അൽക്കുബർ പത്തൻ രഹേ എന്റെ നെഞ്ചില് എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ ചങ്ങല കെട്ടിട്ട് ബന്ധിച്ചു കൊള്ളുക സീനെ പതല്ല തദർ രഹേ എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ കരിങ്കല്ലെടുത്ത് വെച്ചു കൊള്ളുക എന്റെ കരുത്തിൽ നിങ്ങൾ കത്തിവെച്ചിട്ട് പടച്ചറപ്പിൽ നിന്ന് മാറാൻ എന്നോട് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചറപ്പിന്റെ ചിന്ത എടുത്തു മാറ്റാൻ എന്റെ കരുത്ത് മുറിക്കാനേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്റെ കാല് വെട്ടാനേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ ചങ്ങലയിട്ടിട്ട് ഒരുക്കാനേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് റബ്ബിനെ മാറ്റിക്കളയാൻ എന്റെ നാവിൽ നിന്ന് അല്ലാഹുവിനെ ദിക്റിനെ മാറ്റാൻ നിങ്ങൾക്ക് ഇടയില്ലെന്ന് മലനിരന്ന് തുമയത്തുവിനെ ഹനഫിനോട് പറഞ്ഞില്ലേ തൽഖവനായ ബിലാൽ പറഞ്ഞു ഉമയ്യത്തിനോട് എന്റെ നെഞ്ചിൽ കല്ല് വെക്കാനല്ലേ നിനക്ക് പറ്റൂ എന്റെ കഴുത്ത് വെട്ടാനല്ലേ നിനക്ക് പറ്റൂ ചാട്ടവാർന്ന് ചടിക്കാനല്ലേ പറ്റൂ എന്റെ ഹൃദയത്തിലിരിക്കുന്ന എന്റെ നെഞ്ചിന്റെ മുകളിലെ കല്ലിരിക്കുകയുള്ളൂ എന്റെ ഹൃദയത്തിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഹൃദയമുണ്ട് അതിൽ നിന്ന് എന്റെ റബ്ബിനെ കളയാൻ ഉമയ്യത്തെ നിനക്ക് കഴിയില്ല ഏത് പച്ച പരിഷ്കാരി വന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പടച്ചറപ്പിന്റെ കളയരുത്